Hi all, welcome to my YouTube channel Megu's Learning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിഫിക്സ് ഇവാലുവേഷൻ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ ചെയ്യുക? റീഡ് എക്സ്പ്രഷൻ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ എന്താ ചെയ്യണം? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് സ്കാൻ ചെയ്യുക. അതായത് ഇങ്ങനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് നമ്മൾ സ്കാൻ ചെയ്യാം. ഡ്യൂറിങ് reading the expression from right to left, push the element in the stack if it is an operand. നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പറാൻഡ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ, അതായത് 8, 7, 5, 6 അങ്ങനത്തെ നമ്പേഴ്സ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ദെൻ ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ, ഒരു ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോപ്പ് 2 operands from the stack. ഒരു ഓപ്പറേറ്റർ ആണ്, അതായത് പ്ലസ് മൈനസ് അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് ആണ് വന്നെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൽ കിടക്കുന്ന 2 ഓപ്പറാൻഡ്സിനെ പോപ്പ് ചെയ്യുക. ദെൻ പെർഫോം ദ ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദെൻ പുഷ് ബാക്ക് ദ റിസൾട്ട് ഓഫ് ദി ഇവാലുവേഷൻ. നമുക്ക് ഇപ്പോൾ ഓപ്പറേഷൻ എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു റിസൾട്ട് കിട്ടും. ആ കിട്ടിയ റിസൾട്ടിന് എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. റിപ്പീറ്റ് ഇറ്റ് ടിൽ ദ എൻഡ് ഓഫ് ദി എക്സ്പ്രഷൻ. എക്സ്പ്രഷന്റെ അവസാനം വരെ നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് എന്താണ്? റീഡ് ചെയ്യണം അല്ലേ? എവിടെ നിന്ന്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റീഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുക? റീഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 1 എന്താ? ഓപ്പറാൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? സ്റ്റാക്കിലോട്ട് ഇട്ടുകൊടുത്തു. ദെൻ 4 വന്നു. 4 എന്താ തന്നെയാണ്? ഒരു ഓപ്പറാൻഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തു, അതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഇവിടെ 1 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? 4നെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുത്തു. ദെൻ 8 വന്നു. 8 എന്താ? ഓപ്പറാൻഡ് ആണ്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? 8നെ കൂടി എന്ത് ചെയ്തു? സോറി 8ന് നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത എന്താ വന്നത്? ഡിവിഷൻ ആണ് വന്നത്. അപ്പൊ അതെന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് എടുക്കുന്ന 2 ഓപ്പറാൻഡ് നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം അല്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 8നെ പോപ്പ് ചെയ്തു. പിന്നെ എന്തിനെ പോപ്പ് ചെയ്തു? 4നെ പോപ്പ് ചെയ്തു. ഇനി എന്താ നമുക്ക് വന്നേക്കണത്? എന്താ? ഡിവിഷൻ ആണ്. എന്ത് ചെയ്യാം? ഡിവിഷൻ പെർഫോം ചെയ്യാം. എത്ര ആൻസർ കിട്ടാം? 8 ഡിവൈഡ് ബൈ 4 2 കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം? അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു. അടുത്തത് 2 ആണല്ലേ? 2 എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. അപ്പോൾ 1 ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, പുതിയ 2 വന്നു. നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് 3 ആണ്. അപ്പൊ 3 നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. 1 2 ദെൻ 3. ഇനി അടുത്തത് എന്താ? അടുത്തത് സ്റ്റാർ ആണല്ലേ? സ്റ്റാർ വന്നു. സ്റ്റാർ എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മള് സ്റ്റാക്കിലേക്ക് എടുക്കുന്ന ഫസ്റ്റത്തെ 2 ഓപ്പറാൻഡ്സിനെ പോപ്പ് ചെയ്യുക. അത് നമ്മൾ എന്തിനെ പോപ്പ് ചെയ്തു? 3നെ പോപ്പ് ചെയ്തു. പിന്നെ നമ്മള് 2നെ പോപ്പ് ചെയ്തു. ഇനി എന്ത് ഓപ്പറേഷനാണ് വന്നേക്കണത്? സ്റ്റാർ ആണ്, അതായത് ഇൻറ്റു ആണ്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അത് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്. റിസൾട്ട് എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. നമ്മളതിനെ സ്റ്റാക്കിലോട്ട് ഇട്ടുകൊടുത്തു. 6. ദെൻ അടുത്തത് എന്താ? മൈനസ് വന്നു. അതെന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാക്കിൽ നിന്ന്
രണ്ട് എലമെൻസിനെ പോപ്പ് ചെയ്യുക, ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. 6നെ പോപ്പ് ചെയ്തു, 2നെ പോപ്പ് ചെയ്തു, ഓപ്പറേഷൻ എന്താ? മൈനസ്. ആൻസർ എത്ര കിട്ടാം നമുക്ക്? 4 കിട്ടും. 4. ഇപ്പം ഇവിടെ 1 ഉണ്ട്, കിട്ടിയ ആൻസർ എത്രയാ? 4. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ അടുത്തെന്താ? പ്ലസ് വന്നു. പ്ലസ് വെച്ച് കഴിയുമ്പോൾ എന്നിട്ടാണ് വരിക? രണ്ടെണ്ണത്തിനെ പോപ്പ് ചെയ്യുക. അതായത് 1, സോറി നമ്മൾ 4നെ പോപ്പ് ചെയ്തു. ഇവിടെ 4 ആണ്. 4നെ പോപ്പ് ചെയ്തു, ദെൻ 1നെ പോപ്പ് ചെയ്തു, ദെൻ പ്ലസ് ഓപ്പറേഷനാണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ആ 5 നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ ആൻസർ ആണ് എന്ത്? 5. ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രിഫിക്സ് ഇവാലുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്കാൻ ചെയ്യണം. ഇനി ഓപ്പറൻഡ് ആണ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. ഓപ്പറേറ്റർ ആണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാക്കിൽ കിടക്കുന്ന രണ്ട് എലമെൻസിനെ പോപ്പ് ചെയ്യുക, എന്നിട്ട് ഓപ്പറേഷൻ നടത്താം. ഏത് ഓപ്പറേറ്ററാണ് വന്നത് അത് വെച്ചിട്ടുള്ള ഓപ്പറേഷൻ നടത്താം. ഇനി നമുക്ക് അപ്പം എന്ത് കിട്ടും? ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിന് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യാം? ഈ എക്സ്പ്രഷൻ അവസാനിക്കണ വരെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമുക്കൊരു ആൻസർ കിട്ടും. അതിനാണ് പറയുന്നത് പ്രിഫിക്സ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു.